അങ്ങനെ വാലിട്ടിട്ടോ ഞാൻ മുഖം കഴുകി വന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. മുഖം കഴുകി വന്ന് പാട്ടും പാടും കേട്ടോ. പറഞ്ഞു ഞാൻ മുഖം കഴുകി വന്നു. പിന്നെ ഒരു വാലിട്ടു. ഇനി നമുക്ക് പൊട്ടുപാടാം. എനിക്ക് കണ്ണാടിയിൽ നോക്കി ഇട്ടാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇടേണ്ട പൊട്ട് ഇവിടെ കറക്റ്റ് അല്ലേ? ഇവിടെ ഇടേണ്ട പൊട്ട് ഇവിടെ ആയി പോകും എൻ്റെ. ഇവിടെ അലക്കുക. ഇത് ഭയങ്കര കുറവാണ്. ഞാൻ കറക്റ്റ് ഞാൻ കുറച്ച് വലിയ പൊട്ട് ഇട്ടു. ഞാനെപ്പോഴും ഇത്രയുള്ളത് തൊടുക. ചരട് ഉണ്ട്. പിന്നെ ക്രഞ്ചി സെറ്റ് ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. നിലത്താ. അമ്മേ ഈ ചരട് ഞാൻ എപ്പോഴും ഇടും കേട്ടോ. ഒരെണ്ണത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ വേറൊരെണ്ണമാണ്. ഒരു മാസമൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറേ ഇട്ട ഭസ്മം ജപിച്ചിട്ടല്ലേ. അത് അരമണിക്കൂറുണ്ടെങ്കിൽ ആ ഭസ്മം പോവാതെ എൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ അതെനിക്ക് ഭസ്മം ഭയങ്കര അലർജിയാണ്. അപ്പം ഞാൻ കുറേ തുടച്ചിട്ടൊക്കെ ഇട്ടുള്ളൂ. അതുകൊണ്ട് കയ്യിൽ കുറച്ച് അലർജിയായി. അതുകൊണ്ട് ഞാൻ കെട്ടാതിരുന്നത് ചരട്. അപ്പം ഞാൻ കെട്ടും കഴുകിയിട്ട്. അപ്പം അമ്മ എനിക്ക് തരും. അപ്പോൾ എൻ്റെ കാരണം ഇപ്പോൾ എങ്ങനെയുണ്ട്? അതോ ബിഫോർ ആയിരുന്നോ? പിന്നെ മുടിയായിരുന്നോ? അതോ എൻ്റെ ഈ മുടിയാണോ? ഈ മുടിയാണോ ഭംഗി എന്ന് കമൻറ്റ് ചെയ്യണം. പാർട്ട് 2 അപ്പം കഴിഞ്ഞു. അല്ലെങ്കിലേ നമുക്ക് ഞാൻ കാര്യം കാണിച്ചു കേട്ടോ. ഇതിൻ്റെ ഒരു കഥ ഉണ്ട്. ഞാനൊരു കഥ പറഞ്ഞിട്ട് ഇത് കാണിക്കാം. എപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു ശബ്ദം കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും കേട്ടോ. ശബ്ദം കേട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പണ്ട് വീഡിയോസിലൊക്കെ കുറേ കാണുന്നു. ഇതെനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും, ഞാൻ പപ്പാന്നാണ് വിളിക്കുക കേട്ടോ. എല്ലാവരും മുത്തശ്ശനൊക്കെ വിളിക്കും. ഞാൻ പപ്പാന്നാണ് വിളിക്കുക. ഞാനും പപ്പയും കൂടി ഒരു വേലയ്ക്ക് പോയപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കാണണേ. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഞാനൊരു വീഡിയോ ഇത് പൊട്ടിക്കണത് ഒരു വീഡിയോ കണ്ടു. ഇതിൻ്റെ ശരിക്കും പേരൊന്നും എനിക്ക് പണ്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം വന്നു. ഒരു സ്ക്വയർ ഷേപ്പിലുള്ളതാണ് കണ്ടേ. ഇപ്പം എനിക്ക് ഒരെണ്ണം കൂടിയുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ട് വരാത്. ഇപ്പം നിങ്ങൾ കണ്ടു മനസ്സിലായിട്ട് എനിക്ക് ചിലവരൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഇപ്പം എനിക്ക് വാങ്ങിച്ചു. ആദ്യം കണ്ടത് സ്ക്വയർ ഷേപ്പിലുള്ള കളറായിട്ടുള്ളായിരുന്നു.
അത് ഞാൻ അപ്പോൾ അതിനൊരു പേരിട്ടു. പേരറിയണവരെ ആ പേര് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പേരിട്ടു. എനിക്കൊരു നാളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആട്ടോ, 3.5 ഉണ്ടാവുള്ളൂ വയസ്സെനിക്ക്. അപ്പം ഞാൻ ഈ പേരിട്ട്. ഇത് അങ്ങനെ ബ്ലിങ്കി എന്ന് ഞാൻ പേരിട്ടു ഗൈസ്. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് വരുന്ന സാധനം പോലത്തെ. ഇപ്പം നമുക്ക് ഓരോ കുഞ്ഞി അപ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറയാം. ഞാൻ ബ്ലിങ്കി എന്നാട്ടോ പേരിട്ടതിന്. ഇപ്പോഴത്തെ അതിൻ്റെ പേര് പോപ്പിറ്റ് എന്നാണ്. ഇപ്പോഴത്തെ അല്ല, മുമ്പത്തെ എൻ്റെ പേര് പോപ്പിറ്റ് എന്നാണ് കേട്ടോ. ഞാനിട്ട പേര് ബ്ലിങ്കി എന്നായിരുന്നു. ഇതാണ് നമ്മുടെ പോപ്പിറ്റ്. ഇത് ഞാൻ കുറേ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ്. എനിക്ക് ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്. എനിക്ക് 2 ഉള്ളൂ കേട്ടോ. ഇതിനൊരു ബാഗുണ്ട് എനിക്ക്, പോപ്പിറ്റ് ബാഗ്. കണ്ടോ? വേണം കണ്ടോ? ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇട്ടിട്ടില്ല. ചിലപ്പോൾ ഇട്ടുണ്ടാവും കേട്ടോ. നോക്കി നോക്കും. ഞാൻ പറയാം. എനിക്ക് ഒരു വലിയൊരാഗ്രഹമായിരുന്നു, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. പണ്ട് ഞാൻ കുഞ്ഞാവുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അമ്മ നമുക്ക് പറ്റുമ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് അപ്പം എനിക്ക് എത്ര വയസ്സൊക്കെ ഉണ്ടാവും? 8 വയസ്സൊക്കെ ഉണ്ടാവും. 7 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര അടുത്തത് ഇതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഒരു ദിവസം ഞാൻ പോലും അറിയാതെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു, നീ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനും ഇതുപോലെ യൂട്യൂബർ ആവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു യൂട്യൂബർ ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് യൂട്യൂബൊക്കെ തുടങ്ങണം, എനിക്ക് പൈസ കിട്ടാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇതുപോലെ കുറച്ച് വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ ഓരോ കമൻസ് വായിക്കാനായിരുന്നു എനിക്ക് കൂടുതൽ ആഗ്രഹം. ഓൾസോ എനിക്ക് ഒരു സിൽവർ പ്ലേ ബട്ടനോ എന്തെങ്കിലും ഒരെണ്ണം ഇതിൻ്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടാമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ആ സ്പോട്ടിൽ ഞങ്ങൾ ഇതൊക്കെ എനിക്കെങ്ങനെ തുടങ്ങേണ്ടതൊക്കെ നല്ലതായിട്ട് അറിയായിരുന്നു. അപ്പോൾ ആ സ്പോട്ടിൽ ഞങ്ങൾ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഒരു എന്നെ പരിചയപ്പെടുത്തണം അത് ഈ വീട്ടിൽ നിന്നായിരുന്നു, മേലെ നിന്നായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എൻ്റെ റൂമാണ്. എൻ്റെ അല്ല, ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എന്ന് വെച്ചാൽ എൻ്റെ പപ്പയും എൻ്റെ അമ്മമ്മയും കിടക്കുന്ന റൂമാണ് ഇത്. എൻ്റെ റൂം പിങ്ക് കളറാണ്. മേലെ അവിടെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ. അതൊക്കെ ഞാൻ ഇട്ടു. അങ്ങനെ എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമായിരുന്നു, ഇതെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ഇട്ടു. അതിലൊന്നും കമൻസ് ഒന്നും കണ്ടില്ല. എനിക്ക് നല്ല സങ്കടമായി. അപ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ആരും കമൻറ്റ് ചെയ്യാറില്ല എപ്പോഴും. ഞാൻ കൃഷ്ണൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മാത്രം 2 പേര് കമൻറ്റ് ഇട്ടു. ഒരാൾ ഹരേ കൃഷ്ണ എന്ന് കമൻറ്റ് ഇട്ടു, പിന്നെ വേറെ ഒരാൾ എന്തോ കമൻറ്റ് ഇട്ടു. അപ്പോൾ എനിക്ക് സന്തോഷമായി ആ കമൻറ്റ്.
ടൈം എവർ ഞാൻ ആ കമൻറ്റ് കണ്ടാണ്. ഒരു കമൻറ്റ് എൻ്റെ വീഡിയോയിൽ വന്നത് ആകെതാണ്. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഇനി വന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞു നീട്ടണില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇവന് ക്യാമറ ഓഫ് ചെയ്യും ഗൈസ്. അമ്മേതായിപ്പോയി. ഇവന് ക്യാമറ ഓഫ് ചെയ്യും. ശരി ഗൈസ്, ടാറ്റാ.